ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. നമ്മൾ അവിടുത്തെ നേർചിത്രം പ്രേക്ഷകരിലേക്ക്, അധികൃതരിലേക്ക് കൊണ്ടുവച്ചു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രശ്നങ്ങൾ, കാരണം പൊതുസ്ഥലത്ത്, തുറസായ സ്ഥലത്ത് വിസർജനം നടത്തുന്ന ഒരു സാഹചര്യം, അത് പമ്പ പോലെ ഒരു സ്ഥലത്ത് അത് സംഭവിക്കുന്നതിന്റെ കാരണമടക്കം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുക്കുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഉറപ്പായും ഏറെ പ്രവർത്തന പരിചയമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് എ ജയകുമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ മണിക്കൂറുകൾ, അതായത് ഉച്ച മുമ്പ് വരെ വലിയ പ്രതിസന്ധി ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള തിരക്കുണ്ടായിരുന്നു. ഉടനടി പോലീസ് സംവിധാനവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടും എല്ലാവരും ചേർന്ന് ആ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു. ആ തിരക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കുകയും ചെയ്ത് അനിയന്ത്രിതമായ ഒഴുക്കുണ്ടായി എന്നുള്ളതാണ്. കാനനപാതയിൽ കൂടി സാധാരണ വരുന്നതിൽ കൂടുതൽ ഒരുപാട് പേർ വന്നു. തിരിച്ച് വിടരുത് എന്ന് കരുതി വെർച്വൽ ക്യൂവിന്റെ ഡേറ്റ് വൈകിട്ടാണെങ്കിൽ പോലും ഇന്നലെ വരുന്നവരെ എല്ലാവരെയും കൃത്യം കണക്കൊന്നും നോക്കാതെ കയറ്റി. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതിന് ഇനിയിപ്പോൾ പരിഹാരം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ പമ്പയിൽ അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് റിപ്പോർട്ടർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശുചിമുറികളുടെ കുറവ് ഉൾപ്പെടെയുള്ള അസൗകര്യങ്ങൾ ഭക്തർ ചൂണ്ടിക്കാണിച്ചത് ആ റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ഇടപെടും, സംവിധാനം ഉണ്ടാക്കും എന്ന ഉറപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗമായി ഉണ്ടായത്. എന്തായാലും ശബരിമല അയ്യപ്പന്മാർക്ക് കൃത്യമായി വന്ന് തൊഴുതു പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കും എന്ന ഉറപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മാത്രമല്ല, ഹൈക്കോടതി വിമർശനങ്ങളെ വളരെ പോസിറ്റീവായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണുന്നു എന്നുള്ളതുമാണ് സുജയ. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് അധികൃതർ മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടാൻ ഞങ്ങളുടെ ടീം ആകെ പൂർണ്ണ സജ്ജമായി പമ്പയിലും ശബരിമലയിലും ഒപ്പം നിലയ്ക്കലിലും എല്ലായിടത്തുമുണ്ട്.